ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 കപ്പ് റവയാണ് നമ്മൾ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യും 2 കപ്പ് റവയും ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നെയ്ക്കകത്തിട്ട് നമ്മളുടെ റവയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗണിഷ് നിറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക്. അപ്പം ഇതുപോലൊക്കെ ആകുമ്പം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിന് ശേഷം ആ കടായിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും എടുക്കുക. അപ്പോൾ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ആ തിളച്ച് വരുന്ന സമയം നമ്മൾ തിരകി വെച്ച തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിക്ക് പേസ്റ്റാക്കി മാറ്റുക. തേങ്ങയും ഒരു പഞ്ചസാര ലായനിയും കൂടെ നന്നായിട്ട് ഒരു തിക്കായിട്ട് വരുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളുടെ റവ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്നുകൂടെ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയതിന് ശേഷം നമുക്കതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഇത് ഓപ്ഷനിലാണ്. ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചൂടാക്കിയ പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ടേസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ് ഇതൊക്കെ. ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിതിനെ ഓരോ ഉരുളകളാക്കി മാറ്റുകയാണ്. കൈകൊണ്ട് ഓരോ ഉരുളകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റവ ലഡു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.